ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാല സോണൽ കലോത്സവം ആരംഭിച്ചു. കൊല്ലം ജില്ലാ കളക്ടർ എൻ ദേവിദാസ് കലോത്സവം ഉദ്ഘാടനം ചെയ്തു. കഴിവുകൾ മറ്റുള്ളവർക്ക് മുന്നിൽ അവതരിപ്പിക്കുവാനുള്ള അവസരമായി കലോത്സവത്തെ കാണണമെന്ന് അദ്ദേഹം പറഞ്ഞു. മത്സരങ്ങളിൽ പങ്കെടുക്കുന്നതിലൂടെ ഓരോരുത്തർക്കും നൽകുന്ന സംതൃപ്തിയും മറ്റുള്ളവർക്ക് നൽകുന്ന സന്തോഷവും പ്രധാനമാണ്. പലർക്കും ചെറുപ്പകാലത്ത് കണ്ടിട്ടും നടപ്പാക്കാനാവാതെ പോയ സ്വപ്നം സഫലമാക്കുവാനുള്ള അവസരമാണിതെന്നും അദ്ദേഹം പറഞ്ഞു. അതിൻ്റെ കലാതിലകമായതെന്നാണ് മനസ്സിലായത്. അപ്പോൾ കലക്കും അതിൻ്റെ കലാസൗകര്യത്തിനും പ്രായം ഒരു തടസ്സമല്ല എന്നുള്ളതാണ് നമുക്കിതിൽ നിന്നും വ്യക്തമാകുന്നത്. പഠനത്തിനും കാലപരിധി നിശ്ചയിച്ചിട്ടില്ല. അതാണ് ഓപ്പൺ യൂണിവേഴ്സിറ്റി നമ്മുടെ മുമ്പിൽ തുറന്നിടുന്ന വലിയ ലോകം. നമുക്ക് ഇഷ്ടപ്പെടുന്ന നമ്മുടെ തിരക്കുകളൊക്കെ മനുഷ്യനല്ലേ, തിരക്കുകളൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ബാധ്യതകളും കടപ്പാടുകളും കുടുംബത്തിൻ്റെ പ്രാരാബ്ദങ്ങളെല്ലാം നീക്കി സ്വതന്ത്രമായിട്ട് നമ്മളൊന്ന് പഠിക്കണമെന്ന് ആഗ്രഹിക്കുമ്പോൾ ചില സ്വപ്നങ്ങളൊക്കെ ചെറുപ്പത്തിൽ കണ്ടിട്ടുണ്ടാവും. അന്നത്തെ കാലത്ത് അത് സാധിക്കാത്ത ഒരു സാഹചര്യത്തിലാണ് നാം. കലോത്സവത്തിന്റെ ലോഗോ വൈസ് ചാൻസലർ പ്രൊഫസർ ഡോക്ടർ ജഗതിരാജ് VPക്ക് നൽകി ജില്ലാ കളക്ടർ എൻ ദേവിദാസ് പ്രകാശനം ചെയ്തു. വൈസ് ചാൻസലർ പ്രൊഫസർ ഡോക്ടർ ജഗതിരാജ് VP മുഖ്യ പ്രഭാഷണം നടത്തി. പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ ഡോക്ടർ ഗ്രേഷ്യസ് J അധ്യക്ഷത വഹിച്ചു. സിൻഡിക്കേറ്റ് അംഗങ്ങളായ അഡ്വക്കേറ്റ് VP പ്രശാന്ത്, ഡോക്ടർ M ജയപ്രകാശ്, രജിസ്ട്രാർ ഇൻചാർജ് ഡോക്ടർ ബിജു RI, ഫാത്തിമ മാത നാഷണൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സിന്ധിയ കാതറിൻ മൈക്കിൾ, കോർഡിനേറ്റർ ശാന്തിനി വില്യംസ്, ജനറൽ കൺവീനർ പ്രൊഫസർ ഡോക്ടർ സോഫിയ രാജൻ തുടങ്ങിയവർ സംസാരിച്ചു. കൊല്ലം റീജിയണൽ സെന്ററിന് കീഴിലുള്ള തിരുവനന്തപുരം, പത്തനംതിട്ട, കൊല്ലം ജില്ലകളിലെ 11 പഠന കേന്ദ്രങ്ങളിൽ നിന്നും 1000-ലധികം പഠിതാക്കളാണ് വിവിധ മത്സരങ്ങളിൽ പങ്കെടുത്തത്. സർവകലാശാലയുടെ 5ാം വാർഷികാഘോഷവേളയിൽ സംഘടിപ്പിക്കുന്ന സംസ്ഥാന കലോത്സവം 2025 നവംബർ 28 മുതൽ 30 വരെ കോഴിക്കോട്ട് ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിലാണ് നടക്കുന്നത്. ഇതിന് മുന്നോടിയായാണ് 5 റീജിയണൽ കേന്ദ്രങ്ങളിലായുള്ള സോണൽ കലോത്സവങ്ങൾ നടക്കുന്നത്. സോണൽ വിജയികൾക്ക് സംസ്ഥാന തലത്തിൽ പങ്കെടുക്കാനാകും.